ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു സമയം നിങ്ങൾ ഒരു നാണയമെങ്കിലും മാറ്റി വെച്ചാൽ കടങ്ങൾ പെട്ടെന്ന് വീട്ടാൻ പറ്റുമെന്നുള്ളതാണ്. അതോടൊപ്പം പണം വളരെ വർദ്ധിച്ചു വരും. അതേത് സമയമാണ് എന്നുള്ളതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോയിൽ മുഴുവൻ പറയുന്നത് കടം വീടാനും സാമ്പത്തികം ഉണ്ടാകാനുമുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് തവണ പ്രയോജനപ്പെട്ട ഒരുപാട് നല്ല രഹസ്യമായ ചില വിദ്യകളും ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. അത് വിശ്വാസത്തോടെ ചെയ്യുക, അതോടൊപ്പം പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് ഫലമായ കാര്യങ്ങളാണ്. കടം വീടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷങ്ങൾ കടമുള്ളവർ വീടിയ അനുഭവമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചില നല്ല രീതിയിലുള്ള ചില വഴിപാടുകളും പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന സമയം പണം നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കുക. ഒരു നാണയമെങ്കിൽ ഒരു നാണയം മാറ്റി വെച്ച് നോക്കുക. കടമൊക്കെ മാറാനും കടം പെട്ടെന്ന് വീടാനും അതുപോലെ പണം വളരെ വർദ്ധിച്ചു വരാൻ ഉപകരിക്കും. പിന്നെ നമ്മളൂടെ അധ്വാനിക്കണം, നമ്മളുടെ കൂടെ പ്രയത്നം ഉണ്ടാകണം. അപ്പോഴേ അത് ഫലത്തിൽ വരത്തുള്ളൂ. ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. ഈശ്വരാധീനത്തിന് വേണ്ടി ചെയ്യുന്നതോടൊപ്പം നമ്മളൂടെ അതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം. തീർച്ചയായിട്ടും കടങ്ങൾ വളരെയധികം പെട്ടെന്ന് വീടുവാനും വളരെ സമ്പത്ത് ഉണ്ടാകാനും അത് ഉപകരിക്കും. അതുപോലെ തന്നെ ഇപ്പം കുട്ടികൾ പഠിക്കുന്ന സമയത്ത്, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, തെറ്റായ ചില കൂട്ടുകെട്ടുകളെ, തെറ്റായ ചില റിലേഷൻസ്, ഇതിലൊക്കെ പോയി ജീവിതം നശിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? കാരണം ഈ ഒരു തെറ്റായ ചില കൂട്ടുകെട്ടുകളെ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് പലപ്പോഴും അവരുടെ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യാറില്ല. ഇമോഷൻസ് ആണ്. അങ്ങനെ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം അത് വലിയ ഫലം കാണണമെന്നില്ല. എങ്കിലും അതോടൊപ്പം ചെയ്യാവുന്ന ചില ഭദ്രകാളിക്ക് ചെയ്യാവുന്ന ചില വഴിപാടുകളുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ വഴിപാട് ചെയ്ത എല്ലാ കുട്ടികളും തെറ്റായ ചില കൂട്ടുകെട്ടുകളെ, ചില ശീലങ്ങളെ, ലഹരി ഉപയോഗങ്ങളെ, അതുപോലെ ചില റിലേഷൻസ്, ഇതിലൊക്കെ പോയവർ സ്വയം പിന്മാറി ജീവിതത്തിൽ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായി തീർന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണം, മനസ്സിലാക്കണം. ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്യുക. ഇതെല്ലാം ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനുമുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് എഴുതുക, വിശകലനം ചെയ്യാനാണെന്നും പറഞ്ഞു. അപ്പം എനിക്ക് ഫ്രീ ആകുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. അപ്പം എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ. പിന്നെ അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അതൊക്കെ പറഞ്ഞിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, സാഹചര്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് ഇട്ടാൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ, എനിക്കറിയാവുന്ന നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ, ആർക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും. അപ്പോൾ അത് ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യമുണ്ട്, ഒരു അത്യാവശ്യ കാര്യം ഇടാം കേട്ടോ. ഒരു കാര്യം ഇടാവുള്ളൂ, വലിയ കഥ പറയരുത്, എനിക്ക് നോക്കാൻ സമയമില്ല. പിന്നെ ഇന്ന് പുത്തങ്കാവലം, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഈ വെള്ളിയാഴ്ചകളെന്നും ഞാൻ പുത്തങ്കാവൽ അമ്പലത്തിൽ പോയി രാവിലെ അമ്മയെ തൊഴും. പിന്നെ വെള്ളിയാഴ്ച മാത്രം 4 കോടി എൻ്റെ ഓഫീസിൽ വന്ന് ഒരു 10 മുതൽ 1 മണി വരെ ഇരിക്കും. കാരണം പുത്തങ്കാവൽ അമ്പലത്തിൽ പോകുന്നവർ ചിലപ്പോൾ എന്നെ കാണാൻ വരും. അതുകൊണ്ട് മാത്രം, അന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പുത്തങ്കാവൽ അമ്പലത്തിൽ ചെന്നപ്പോൾ ഇന്ന് ബോംബെ അവിടെ ആളുണ്ടായിരുന്നു അമ്മയത്തോടെ. ഓർക്കുക, ഈ പായിപ്പാട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ പോകുമ്പോൾ 4 കോടി പായിപ്പാട് പുത്തൻകാവിൽ അമ്മയെ കുറിച്ചാണ് പറയുന്നത്. അതായത് എൻ്റെ ഓഫീസിൻ്റെ 2 ജംഗ്ഷൻ അപ്പുറത്ത് ആ പായിപ്പാട് പുത്തൻകാവിൽ അമ്പലത്തിൽ ബോംബെ നിന്ന് വരെ ആളുകൾ വന്നു. അതൊക്കെ എൻ്റെ വീഡിയോ കാണുന്നത് എൻ്റെ കസ്റ്റമേഴ്സുമാണ്. വന്ന് അമ്മയെ കണ്ട് തൊഴുതു. അപ്പോൾ അത് വലിയ സന്തോഷം. അവർക്കൊക്കെ ഓരോ കാര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ അമ്മയുടെ ഉണ്ട്, അതുകൊണ്ടാണ് വലിയ സന്തോഷം തോന്നി. പിന്നെ അതുപോലെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വന്ന് പലരെ ഇന്ന് കണ്ടു. അടൂര്, പിന്നെ പല ആളുകളും ആലപ്പുഴ. കുറച്ച് ദിവസം മുമ്പ് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അവർക്ക് അനുഭവം ഉണ്ടായിട്ടാണ്. അപ്പം ഈ ചിലരുണ്ട് മലപ്പുറം അല്ലെ കോഴിക്കോടുള്ള
അവർക്ക് ചിലപ്പോൾ ഒരു വീട് സ്ഥലം വിറ്റിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പായിപ്പാട് പുത്തൻകാവിലമ്മയ്ക്ക് നേർന്ന് നടന്നു കഴിയുമ്പം എന്നോട് വാട്സപ്പിൽ പറയും, സാറേ ഒരുപാട് ദൂരമാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും അല്ലാതെ ചെയ്യാൻ സൗകര്യമുണ്ടോ? അപ്പം ഞാൻ പറയും, ഒരു കാര്യം സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ വന്ന് അമ്മയോട് നന്ദി പറയണം, പറഞ്ഞ വഴിപാട് ചെയ്യണം. അതാണ് അതിൻ്റെ നേര്. ഇവിടെ ബോംബെയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്, മലപ്പുറത്തോ കോഴിക്കോടോ ഒക്കെ ഉള്ള ആളുകൾ പറയുന്ന വലിയ ദൂരമാണ്. നമ്മൾ വരുന്നവരും ഉണ്ട് കേട്ടോ ഒരുപാട്. നമ്മൾക്കൊരു കാര്യം നടന്നു കഴിയുമ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ വരിക, നന്ദി പറയുക, അമ്മയോടെ വഴിപാട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. കാര്യം നടന്നു കഴിയുമ്പോൾ എനിക്ക് ദൂരമാണ്, സമയമില്ല, അങ്ങനെ പറയുന്നവരും ഉണ്ട്. ഞാൻ അങ്ങനെയുള്ളവരോട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൻ്റെ മറുപടി. കാരണം അവർ ഒരിക്കലും ആ അമ്മയെ മറക്കരുത്. ഇന്ന് വളരെ സന്തോഷം തോന്നി. കാനഡയിൽ നിന്ന് വരെ അമ്പലത്തിൽ എത്രയോ ദൂരം, അതായത് എത്രയോ യാത്ര ചെയ്തു അമ്പലത്തിൽ വരുന്നവരുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർ തന്നെ അനുഭവങ്ങൾ ഉണ്ടായവരാണ്. അപ്പോൾ അമ്മയ്ക്കും കൂടി നന്ദി, മഹത്വം. എല്ലാ അമ്മയുടെ വൈഫോ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ അമ്മയുടെ ആ ക്ഷേത്രത്തിൽ കാല് കുത്തുമ്പം തന്നെ വിശ്വാസത്തോടെ ചെയ്തവർ ആ ജീവിതങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒക്കെ അമ്മയുടെ അനുഗ്രഹമാണ് കേട്ടോ. അമ്മയാണല്ല. ഇപ്പം പായിപ്പാട് പുത്തൻകാവിലമ്മയുടെ പാതാരബന്ധങ്ങളിൽ വന്നിച്ചുകൊണ്ട് കൂടി നന്ദി അമ്മയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞുതരാം വീഡിയോയിൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഏത് സമയമാണ് ഒരു നാണയമെങ്കിലും മാറ്റി വെച്ചാൽ കടം പെട്ടെന്ന് വീടുന്നത്, ഏതൊരാൾക്കും ഉപകാരപ്പെടും, വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ക്ഷമയോടെ കേൾക്കുക, മനസ്സിലാക്കുക, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. പിന്നെ നമ്മളൂടെ പ്രയത്നിക്കണം അതിനു വേണ്ടി. ഇപ്പം നമ്മളൊരു ഒരു 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 ലോറി മേടിച്ചു, അല്ലെങ്കിൽ ഒരു ബോട്ട് മേടിച്ചു, അത് വീട്ടിൽ അത് ഇപ്പം ലോറി മേടിച്ചാൽ വീട്ടിൽ കിടന്ന് ഓടാൻ പോയില്ലേ നമുക്ക് പൈസ കിട്ടുമോ? ഇല്ലല്ലോ. ഒരു ബോട്ട് മേടിച്ചാൽ പോലും അത് കടലിൽ പോയാലല്ലേ അതിന് വരുമാനം കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവാധീനം കൊണ്ടൊരു ജീവിതമാർഗം ഉണ്ടായാൽ പോലും നമ്മുടെ പ്രയത്നവും കൂടെ ചെയ്യുമ്പോഴേ അത് കാശാകത്തുള്ളൂ. അധ്വാനിക്കേണ്ട എപ്പോഴും അധ്വാനിക്കുക തന്നെ വേണം. പിന്നെ ഈശ്വരാധീനത്തിനുള്ള കാര്യം കൂടെ ആകുമ്പോൾ നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് ഗുണങ്ങൾ ഉണ്ടാകും, ഉപകരിക്കും. അല്ലാതെ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറി ഇരുന്നാലോ, ഈ സമയത്ത് പണം മാറ്റി വെച്ചിട്ട് വീട്ടിൽ കയറി ഇരുന്നാലോ പട്ടിണി കൊണ്ട് മൂട്ട എടുത്തേ ഉള്ളൂ കേട്ടോ. സത്യസന്ധമായിട്ട് പറയാം. നമ്മുടെ പ്രയത്നം ഒരു പ്രാർത്ഥനയാണ്. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. ആ പ്രയത്നം കൂടെ ആകുമ്പോഴാണ് അങ്ങനെ ഉള്ളവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഫലം ലഭിക്കുന്നത്. അല്ല ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഇനി അത് ശരിക്കും എല്ലാവർക്കും പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ് ഈ ഇത്ര വിശദമായിട്ട് പറയുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നർപ്പവി എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേ കടം മാറാൻ വേണ്ടി ഒരു നാണയമെങ്കിലും മാറ്റി വെക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-നും 1:30-ക്കും ഇടയ്ക്കുള്ള സമയം, അതായത് ആ ഗുളികോദയ സമയം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-നും 1:30-ക്കും ഇടയ്ക്കുള്ള സമയം. ഏത് സമയം വേണേലും, 12:15 ആയിക്കോട്ടെ, 12:45 ആയിക്കോട്ടെ, 1:15 ആയിക്കോട്ടെ, അതിനിടയ്ക്കുള്ള സമയം. ഉച്ചയ്ക്ക് 12 മണിക്കും 1:30-ക്കും ഇടയ്ക്കുള്ള സമയമാണ് ചൊവ്വാഴ്ച. നിങ്ങൾ ഒരു നാണയമെങ്കിലും പ്രാർത്ഥനയോടെ മാറ്റിവെക്കണം. ഈശ്വര, അങ്ങ് നൽകിയ എല്ലാ സൗഭാഗ്യത്തിനും നന്ദി. ഞാൻ ഈ കടം വീടാൻ വേണ്ടി ഒരു തുക മാറ്റി വെക്കുന്നു. എൻ്റെ കടം വീടാൻ വേണ്ടി അങ്ങ് സഹായിക്കണമേ. ഈശ്വരാന്ന് വിളിച്ചാൽ മതി. പ്രപഞ്ചത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഈശ്വര, ഇത് കടം തീർന്നു കിട്ടാൻ അവിടുത്തെ സഹായം ഉണ്ടാകണേ, അവിടുത്തെ സമർപ്പിക്കുന്നു പറഞ്ഞ് ഒരു നാണയം മാറ്റി വെച്ചാൽ പോലും ചൊവ്വാഴ്ചകളിൽ 12 മണിക്കും 1:30-ക്കും ഇടയ്ക്ക് ഉച്ചയ്ക്ക്. അപ്പോൾ ഇനി ഒരു നാണയം എന്ന് പറഞ്ഞാൽ ഒരു നാണയം തന്നെ മാറ്റണമെന്നില്ല. നിങ്ങളെ കൊണ്ട് കടം വീടാൻ വേണ്ടിയുള്ള നിങ്ങൾക്ക് പറ്റുന്ന അല്ല നിങ്ങളുടെ കയ്യിലുള്ള ഒരു തുകയുടെ അംശം മാറ്റി വെക്കാം. അത് 500 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 5000 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ 100 രൂപ ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇനി ഒന്നുമില്ല ഒരു നാണയമെങ്കിലും മാറ്റി വെക്കുക. ഈ കടം വീടാനുള്ള വഴികൾ വന്നു ചേരും. ആ മാറ്റി വെക്കുന്ന പൈസ കൊണ്ട് കടം വീടുമെന്നല്ല ഞാൻ പറയുന്നത്. മാറ്റി വെക്കുന്ന പൈസ കടം വീടുമെന്നല്ല പറയുന്നത്. കടം വീടാൻ ഏതെങ്കിലും ഒരു വരുമാന മാർഗങ്ങൾ, അവസരങ്ങൾ വന്നു ചേരുമെന്നുള്ളത്. അപ്പോൾ ആ പൈസ കൊണ്ട് നമ്മൾ കടം വീടണം. ആദ്യം നമ്മൾ ആ കടം വീട്ടുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അവൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയുള്ളത് കൊടുക്കാതിരുന്നിട്ട് നമ്മൾ ആ പൈസ കൊണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യരുത്. കാരണം ഈ കടം കടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സാമ്പത്തികമായ വളർച്ചയെ തടസ്സപ്പെടുത്തും. കാരണം അവൻ്റെ ഒരു പ്രാക്കല്ല, ഒരു ശാപം അതിൻ്റെ കൂടെ കാണും. നമ്മൾ എന്ത് ചെയ്താലും അത് ഏതെങ്കിലും ഒരു കടം വീടാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാതിരുന്നിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്താൽ ആ പൈസ കൊണ്ട് നമുക്കത് എത്രയായാലും ഒരു പല രീതിയിൽ ചിലവായി പോകുന്നത്. കാരണം ഒരുത്തൻ്റെ ശാപം അല്ലെ ഒരുത്തൻ്റെ അവനെ കൊടുക്കാനുള്ളത് ഒരു മനപ്രാക്ക് കാണും. അതുകൊണ്ട് ഏറ്റവും കടം വീട്ടണം. അത്
നമ്മുടെ കാശ് കിട്ടുന്നതനുസരിച്ച്. ഇപ്പം ഈ ചൊവ്വാഴ്ചകളിൽ 12 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് 1:30 വരെയുള്ള സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു തുക ഈ പ്രാർത്ഥനയോടെ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്ന പ്രപഞ്ചത്തെയാണ്, ഒരു പേരും വിളിക്കേണ്ട, പ്രപഞ്ചത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തെയാണ് ഈശ്വര, ഞാൻ ഈശ്വരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളും മനസ്സിൽ പറഞ്ഞാൽ മതി. പണം കയ്യിൽ പിടിച്ചു, ഈശ്വര അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഞാൻ എൻ്റെ കടം വീട്ടാൻ വേണ്ടി ഒരു തുക മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ഒരു നാണയം മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ഒരു തുക മാറ്റി വെക്കുന്നു. എൻ്റെ കടങ്ങൾ പെട്ടെന്ന് വീടാൻ ഉള്ള സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകുമാറാകണേ, എല്ലാം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്ന ഈശ്വര എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. അതൊരു ഡെപ്പിക്കകത്തോ അല്ലെങ്കിൽ ഒരു ക്യാഷ് ഡ്രോയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു ബുക്കിനകത്തോ എവിടാന്ന് വെച്ചാൽ ആ നോട്ടായിക്കോട്ടെ, നോട്ടാണെങ്കിൽ വെക്കുക. ഈ നാണയമൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഡെപ്പിക്കകത്തോ ഒക്കെ വെക്കുക. അത് പിന്നെ നോക്കരുത്. അതങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകളും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പണം വീടാനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ തുറന്നു വരും. അത് കിട്ടിക്കഴിയുമ്പോൾ ആദ്യം കടം അങ്ങ് വീഴണം കേട്ടോ, അതാണ് ഏറ്റവും പ്രധാനം. ഇനിയും ഈ സമയത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കടം വീടാനുള്ള ചില കാര്യങ്ങൾ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്ന അതുപോലെ പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ട്. അവിടെ ഈ സമയത്തിന് പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 1:30 ഇടയ്ക്കുള്ള സമയം ഗുളികോദയ സമയമാണ്. ഇപ്പം ഈ ഗുളികോദയ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവും. ഗുളികോദയ സമയത്ത് നമ്മൾ ഒരു കാര്യം ചെയ്താൽ അത് ആവർത്തിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് ഗുളികോദയ സമയത്ത് നിങ്ങൾ കടം വീടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് കടം വീട്ടാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഗുളികോദയ സമയത്ത് നിങ്ങളൊരു എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നെങ്കിൽ അതും ആവർത്തിക്കും. ഗുളികോദയ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ അതും ആവർത്തിക്കും, തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അതും ആവർത്തിക്കും. അതുകൊണ്ട് ഗുളികോദയ സമയം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നല്ലോ. അപ്പം ഗുളികോദയ സമയത്ത് കടം നമ്മൾ ഈ ഗുളികോദയ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പൈസ വന്നു ഗുളികോദയ സമയത്ത് കൊണ്ട് കടം കൊടുക്കുക, കടം വീട്ടുക, കുറച്ചെങ്കിലും കൊടുക്കുക, അത് നമുക്ക് പെട്ടെന്ന് വീട്ടാൻ പറ്റും. അല്ലെ ഇങ്ങനെ ഒരു തുക മാറ്റി വെക്കുക, ആ കടം വീടാനുള്ള വരുമാന മാർഗങ്ങൾ വരും. അപ്പം ഗുളികോദയ സമയത്ത് ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതുപോലെ മോശം കാര്യം ചെയ്താൽ അതും റിപ്പീറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഗുളികോദയ സമയം ഓരോ ദിവസത്തെ ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതായത് ഞായറാഴ്ച 3 മണി PM മുതൽ 4:30 PM വരെയാണ് ഞായറാഴ്ച 3 മണി PM, അതായത് ഉച്ച കഴിഞ്ഞ് PM 3 മണി മുതൽ 4:30 PM വരെയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3 PM വരെയാണ്. അതായത് ഉച്ച കഴിഞ്ഞ് 1:30 മുതൽ 3 PM വരെയാണ് തിങ്കളാഴ്ച. ചൊവ്വാഴ്ച പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 PM വരെ. ഇനിയും ബുധനാഴ്ചയാണെങ്കിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ. വ്യാഴാഴ്ചയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ രാവിലെ 10:30 വരെ വ്യാഴാഴ്ച. വെള്ളിയാഴ്ചയാണെങ്കിൽ രാവിലെ 7:30 മുതൽ രാവിലെ 9 മണി വരെ. ശനിയാഴ്ചയാണെങ്കിൽ രാവിലെ 6 മണി മുതൽ രാവിലെ 7:30 വരെ. ശനിയാഴ്ചയാണെങ്കിൽ രാവിലെ 6 മണി മുതൽ രാവിലെ 7:30 വരെ. അപ്പോൾ മനസ്സിലായല്ലോ. ഈ സമയം നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഈ സമയത്ത് കഴിവതും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഈ സമയത്ത് മോശം കാര്യങ്ങൾ ശ്രമിക്കരുത്. കടം വാങ്ങരുത്. ഈ സമയത്ത് ശ്രദ്ധിച്ച് കേട്ടോണം. ഈ സമയത്ത് നിങ്ങൾ കടം വാങ്ങരുത്. വാങ്ങിയാൽ വീണ്ടും വീണ്ടും വാങ്ങേണ്ടി വരും. മനസ്സിലാവുന്നു. ഇപ്പം ഈ സമയങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും കടം വാങ്ങുകയെന്ന് വിചാരിച്ചു, ഒരു അത്യാവശ്യ കാര്യത്തിന്, പിന്നെ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പം ഈ സമയത്ത് നമ്മൾ കടം വാങ്ങുന്നത് ഒഴിവാക്കുക, കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. ഈ സമയത്ത് കടം കൊടുത്താലും വീണ്ടും വീണ്ടും കടം കൊടുക്കേണ്ടി ചിലപ്പം വരും. ഈ സമയത്ത് നമ്മൾ കടം വീട്ടാൻ നല്ലതാണ്. ആ കടം വീട്ടാൻ പറ്റും. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ ആവർത്തിക്കപ്പെടും. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഈ സമയം ഞാനൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതാണ് ഇതിൻ്റെ രഹസ്യം. ഇനി ഈ ഗുളികോദയ സമയങ്ങളിൽ കഴിവതും, ഗുളികോദയം കുഴപ്പമില്ലെന്ന് പറയാറുണ്ടെങ്കിലും നല്ല പ്രവൃത്തികൾ കഴിവതും ഒഴിവാക്കുക. നല്ല പ്രവൃത്തികൾ കഴിവ് ഒഴിവാക്കുക എന്നല്ല, പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്, സദയം ക്ഷമിക്കുക. നല്ല പ്രവൃത്തികൾ ചെയ്യുക. നമുക്ക് ആവർത്തിച്ച്
ഫലമുണ്ടാകുന്ന നല്ല പ്രവർത്തികൾ. മനസ്സിലായില്ലേ? നമുക്ക് ഗുണമുണ്ടാകുന്ന, നമുക്ക് ആവർത്തിച്ചാൽ നമുക്ക് ഗുണമുണ്ടാകുന്ന നല്ല പ്രവർത്തികൾ ചെയ്യുക ഈ സമയത്ത്. ഇപ്പം പണം മാറ്റി വെക്കുന്നു, ഈ സമയത്ത് പണം നമ്മൾ നിക്ഷേപിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ ആവർത്തിച്ചാൽ നമുക്ക് ഗുണമുണ്ടാകുന്ന നല്ല പ്രവർത്തികൾ ഈ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ദോഷം വരുന്ന, ആവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷം വരുന്ന, നമ്മുടെ പണം നഷ്ടപ്പെടുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്. അതാണ് ഈ സമയത്തിൻ്റെ ഒരു രഹസ്യം. ഇനി അതിനു മുമ്പ് കടം വീടുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടായ കാര്യങ്ങൾ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഗുളികോദയ സമയം ഒരു വ്യക്തിയുടെ വിധിയെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, ഈ ഗുളികോദയ സമയത്തെക്കുറിച്ച്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ, ഒരു വ്യക്തിയുടെ വിധിയെ തന്നെ ഈ ഗുളികോദയ സമയത്തെ പ്രവർത്തികൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഗുളികോദയ സമയം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്ന് കരുതി ഇപ്പം അത്യാവശ്യത്തിന് ഇപ്പം പണം വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ഗുളികോദയ സമയമാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കരുത് കേട്ടോ. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ആശുപത്രി കേസായിട്ടാണ്, പണം ആ സമയത്ത് നിങ്ങൾക്ക് അടയ്ക്കണം, ആ ഗുളികോദയ സമയമാണെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. കാരണം അതൊരു അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഒഴിവാക്കിയോണ്ട് ദോഷമില്ലാത്ത, നിങ്ങൾക്ക് ഒഴിവാക്കിയോണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബുദ്ധിക്കും യുക്തിക്കും ശരിയെന്ന് കൂടി ആലോചിച്ച് ചെയ്യണം. അത്യാവശ്യം ഇപ്പം നമുക്ക് ആ സമയത്ത് ഒരു അത്യാവശ്യ കാര്യം ചെയ്യണം, ആ സമയത്ത് അത്യാവശ്യ കാര്യത്തിന് പണം കൊടുത്തു അതിനകത്ത് എന്ന് വെച്ചാൽ നമുക്കത് ആ സമയത്ത് ആ സമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യമാണ്, ചെയ്തോണം. അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. ഈശ്വരനെ വിളിച്ച്, ഈശ്വര എന്ന് പ്രപഞ്ചത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ചെയ്താൽ മതി. ഇനി ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ സമയത്ത് ഒഴിവാക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, മനസ്സിലായല്ലേ? അത് അങ്ങനെ ചിന്തിക്കുക കേട്ടോ. എല്ലാം അങ്ങനെ ചെയ്യാവുള്ളൂ. നമ്മൾ ആ സമയവും സാഹചര്യവും അനുസരിച്ച് നമ്മൾ ഏതൊരു കാര്യവും ചെയ്യാവുള്ളൂ. അപ്പം ഈ ചില കുട്ടികൾ പഠിക്കുന്ന സമയത്ത്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, തെറ്റായ ചില കൂട്ടുകെട്ടുകൾ, തെറ്റായ ചില റിലേഷൻസ്, അങ്ങനെ പോകുന്ന പല അനുഭവങ്ങളും എന്നോട് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട്. അപ്പം അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. നമ്മളൊരു ഉപദേശിച്ചാലൊന്നും മാറത്തില്ല. കാരണം ഈ ഉപദേശിച്ചാൽ മാറുമായിരുന്നു എന്ത് എളുപ്പമായിരുന്നു. അങ്ങനെ ആരും ഉപദേശിച്ചാലൊന്നും ആരും കേൾക്കത്തൊന്നുമില്ല. അപ്പം നമ്മൾക്ക് അതിന് ചെയ്യാവുന്നൊരു കാര്യം, ഭദ്രകാളി അമ്മയ്ക്ക് വെള്ളിയാഴ്ച ആരാണോ തെറ്റായ ഒരു സ്വഭാവത്തിലേക്ക്, തെറ്റായ ഒരു ശീലത്തിലേക്ക്, തെറ്റായ ഒരു കൂട്ടുകെട്ടുകളിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അതായത് അതുകൊണ്ട് ഒരിക്കലും ഗുണമുണ്ടാകത്തില്ല എന്നുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയും ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. രാവിലെ ചെയ്യണം. ഇത് മാസത്തിൽ 2-3 വെള്ളിയാഴ്ചയെങ്കിലും ആവർത്തിക്കണം. എന്നാലേ ഏക്കത്തുള്ളൂ. ഒരു വെള്ളിയാഴ്ച ഇരുന്നിട്ട് ഒരു കാര്യമില്ല. 2-3 വെള്ളിയാഴ്ചകൾ മാസത്തിൽ ആവർത്തിക്കണം. അങ്ങനെ മാസം തോറും ആവർത്തിക്കണം. എന്നാലേ അത് ഏക്കത്തുള്ളൂ. അല്ലെ പെട്ടെന്നൊന്നും അതിൽ നിന്ന് വിടുതലുണ്ടാകത്തില്ല. പിന്നെ അമ്മയോട് കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം, അമ്മയെ വിശ്വസിക്കണം. ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തത്. അങ്ങനെ ചെയ്ത എത്ര കുട്ടികളാണെന്നറിയോ നല്ല രീതിയിൽ പോയിട്ടുള്ളത്. ചിലപ്പം ഒരാളുമായിട്ട് ചിലപ്പോൾ സ്നേഹത്തിലായിരിക്കും, അവൻ കഞ്ചാവും ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും, ബോധം പോലും ഇല്ലാത്തവനായിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ പുറകെ പോയി. പക്ഷെ അങ്ങനെ സ്വയം അതിൽ നിന്നൊക്കെ പിന്മാറി എത്ര കുട്ടികൾ, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിട്ട് നല്ല രീതിയിൽ പഠിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയോ. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും രക്ഷപ്പെടണം. ഒരാൾ മോശമായ ഒരു ജീവിതത്തിലേക്ക് പോകരുത്. കാരണം എൻ്റെ അടുത്ത് വന്ന് ഞാൻ എത്രയോ ആളുകളുടെ കൈരേഖ ഗ്രഹനില പരിശോധിക്കുമ്പം പലരും പല ദോഷ സമയങ്ങളിൽ, പല തെറ്റായ ചിന്തകളിൽ, പല ബന്ധങ്ങളും അല്ലെ പല റിലേഷനും അതിൻ്റെയൊക്കെ പുറകെ പോയി. ചിലർ കല്യാണം കഴിക്കും, ജീവിതം മുഴുവൻ പിന്നെ പല ദുരിതങ്ങളും മദ്യപാനവും ഒക്കെ ആയിട്ട്, കലഹവും ഒക്കെ ആയിട്ട് എത്രയോ ആളുകൾ ജീവിതം ഒന്നും അല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ട്, ആ സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിർണായകമാണ്. ഒന്ന് പഠിക്കുന്ന സമയത്ത്, 10ാം ക്ലാസ്സിലും +2-നും അല്ലെ ഡിഗ്രിക്കും അല്ലെ തൊഴിൽപരമായ ഒരു കോഴ്സ് പഠിക്കുന്നതും ജോലിക്ക് കയറുന്ന ആ സമയങ്ങളും ആ വിവാഹം ആലോചിക്കുന്ന സമയങ്ങളും ഒക്കെ ഏറ്റവും നിർണായകമായ സമയങ്ങളാണ്. ആ സമയങ്ങളിൽ എടുക്കുന്ന ഒരു തീരുമാനം പിഴച്ചാൽ ജീവിതം മുഴുവൻ അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരും. അത് ആ സമയങ്ങളിലെ തീരുമാനം, അതായത്
13 വയസ്സ് മുതൽ ഒരു 22 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 25 വയസ്സിനിടയിലുള്ള കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കും. അപ്പം ആ സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താൽ നല്ലതായിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കും, വിവാഹം കഴിക്കേണ്ട സമയത്ത് നല്ല രീതിയിലുള്ള വിവാഹം വരും, നല്ല ജോലി കിട്ടും, നല്ല മക്കളുണ്ടാകും, നല്ല കുടുംബമായിട്ട് എല്ലാം നല്ലതായിട്ട് പോകും. അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഓരോരോ ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ കഷ്ടകാലങ്ങളും സമയദോഷങ്ങളും ഒക്കെ. ഈ സമയദോഷമുള്ള സമയത്ത് ആ മോശം ആളുകൾ നമ്മളോട് സുഹൃത്തുക്കളായിട്ട് വരും. നമ്മളും പല മോശം കാര്യങ്ങളിൽ പോയി ചാടും, തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോയി ചാടും. ഇതൊക്കെ സമയദോഷം ഉള്ള സമയത്ത് സംഭവിക്കുന്നത്. ഇത് ആർക്കും സംഭവിക്കാം. അപ്പോൾ ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ആപത്തുകളിൽ നമ്മെ രക്ഷിക്കും. നമ്മൾ ഒരിക്കലും തെറ്റായ വഴികളിൽ പോകത്തില്ല. നമ്മുടെ ബുദ്ധി തെളിയും. ഭദ്രകാളിയെ വിളിക്കുമ്പോഴാണ് ശരിക്കും ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി, നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള സ്വയമേവ ബുദ്ധി തെളിയും. അപ്പോഴേ നമ്മൾ നന്നാകത്തുള്ളൂ. ആരും ഉപദേശിച്ചാലൊന്നും ആരും നന്നാകാൻ പോകുന്നില്ല. അതാണ് ഭദ്രകാളിയുടെ രഹസ്യം. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. അതെല്ലാവർക്കും ഉപകാരപ്പെട്ടെ. ഇനി കടം വിടാനുള്ള ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ശിവക്ഷേത്രത്തിൽ വൈകുന്ന പാട്, അതായത് പ്രത്യേകിച്ച് ശനിയാഴ്ച വൈകുന്ന പാട്, ഭഗവാന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് കടങ്ങൾ വീഴാനും ഏതെങ്കിലും ഒരു മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരും. അതുപോലെ തന്നെ ഇപ്പം ശിവന് ചെയ്യാൻ പറ്റുന്നവർ ശിവന് ചെയ്യുക. ഇനി അതല്ല, ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല, ഇപ്പം എത്രയോ ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്നത്, പലർക്കും പലതാ പറ്റുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ പറയുന്നത്. ഒരാൾ തന്നെ എല്ലാം ചെയ്യാനല്ല, ഓരോരുത്തരെ കൊണ്ടും പറ്റുന്ന അവരവർ ചെയ്യട്ടെ. അതിനാ പല കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇനിയും ശനിയാഴ്ച വൈകിട്ട് അയ്യപ്പനും ഒരു ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിച്ചവരൊക്കെ സ്വാമി ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് കടങ്ങളൊക്കെ വീടാൻ. അപ്പോൾ ഒന്നുകിൽ ശിവന് ചെയ്യുക, അല്ലെങ്കിൽ അയ്യപ്പന് ചെയ്യുക. നിങ്ങളുടെ അടുത്ത ക്ഷേത്രം ഏതാ? ശിവന്റെ ആണ് ശിവന് ചെയ്യുക, അയ്യപ്പന്റെ ആണ് അയ്യപ്പന് ചെയ്യുക. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. എല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല കേട്ടോ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇനിയും കടം വീഴാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, തിങ്കളാഴ്ച രാവിലെ ശിവന് കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്യ്, പിൻവിളക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും കടം വീഴാനുള്ള മാർഗങ്ങൾ ഏതെങ്കിലുമൊക്കെ തെളിഞ്ഞു വരും. പിന്നെ നമ്മൾ തന്നെ പ്രയത്നിക്കണം. ഇപ്പം നമ്മൾ തന്നെ ഈശ്വരൻ കഴിവ് തന്നാലും നമ്മൾ പ്രയത്നിക്കണം. അതിനുള്ള കഴിവ് ഈശ്വരൻ തന്നിരിക്കുന്നത്. നമ്മൾ വെറുതെ നമ്മളെ കഴിവ് പ്രയോഗിക്കാതെ വീട്ടിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളിവിടെ പ്രയത്നിക്കണം. അങ്ങനെ ചെയ്തവർക്കെല്ലാം കടം വീഴാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എത്രയോ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ, അതുപോലെ മാസത്തിലൊരു ഗണപതി ഹോമം പക്കനാളിന് ചെയ്യുക. രാവിലെ ചെയ്യുക, തലേദിവസം ബുക്ക് ചെയ്യണം. ഇതും സാമ്പത്തികമായ കടങ്ങൾ വീഴാൻ ഉപകരിക്കും എന്നുള്ളതാണ്. പിന്നെ ആ ഗണപതി ഹോമം ചെയ്യുന്ന അന്നൊരു ഭഗവതി സേവനങ്ങളുടെ വൈകിട്ട് കൊടുക്കുക പക്കനാളിൻ്റെ അന്ന്. ഇത് എല്ലാ മാസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഒരു 4 മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക. ദൈവാധീനവും ഉണ്ടാകും. ഭഗവതി സേവ കൊണ്ട് പെട്ടെന്ന് ദൈവാധീനം ഉണ്ടാവും. ഗണപതി ഹോമം കൊണ്ട് തടസ്സങ്ങൾ മാറാനും സാമ്പത്തികമായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ്. ബുധൻ, ഞായർ ദിവസങ്ങളിൽ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവനും കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നാഗരാജാവ് സാമ്പത്തികത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മളത് പ്രയത്നത്തിലൂടെ പ്രയോജനപ്പെടുത്തണം. അച്ചട്ടായിട്ടുള്ള കാര്യം ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇനി സുബ്രഹ്മണ്യന് 21 നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ച് നിങ്ങൾ ചൊവ്വാഴ്ച രാവിലെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ടാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഫലം കിട്ടുമെന്നുള്ളതാണ്. ഇനി വൈകിട്ട് പറ്റാത്തവർ രാവിലെ ചെയ്യുക. കടം മാറി സാമ്പത്തികം ഉണ്ടാകണമെന്ന് പറഞ്ഞ് മുരുകന് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചവർക്ക് സാമ്പത്തികമായിട്ട് കിട്ടാനുണ്ടായിരുന്ന കടങ്ങൾ നല്ല രീതിയിൽ വലിയ തുകകൾ കിട്ടിയതായിട്ട് പലരും പറഞ്ഞ അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യുക. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം ഒരു 3 മാസത്തിലോ 4 മാസത്തിലോ ഒരിക്കൽ ചെയ്ത് സാമ്പത്തികം പ്രാർത്ഥിക്കുക. ഇനിയും ഒരു മാസത്തിൽ 1 വീതം മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച രാവിലെ ചെയ്യുക, അല്ലെ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച രാവിലെ ചെയ്യുക. തലേദിവസം ബുക്ക് ചെയ്യണം. ഇത് മാസത്തിലൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെ ഒരു 3 മാസത്തിലോ 4 മാസത്തിലോ ഒന്ന് നിങ്ങളുടെ സൗകര്യം പോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമിക്ക് 21 നാരങ്ങ അവിടെ തട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അത് വൈകുന്ന പാട്, അത് ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ വൈകുന്ന പാട് സമർപ്പിച്ച് സാമ്പത്തികം ഉണ്ടായ അനുഭവങ്ങൾ, നിരവധി അനുഭവങ്ങളുണ്ട്. അല്ലെ വൈകുന്നേരം പറ്റാത്തവർക്ക് രാവിലെ സമർപ്പിക്കാം. അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില അത് നിങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്താലും മതി, അച്ചട്ടാണ്. പിന്നെ ഈ
ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഹ്രീം എന്നുള്ള ഹായ ഒന്നുകൂടെ പറയാം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഈ മന്ത്രത്തിന് സാമ്പത്തികം തരാനുള്ളൊരു ശക്തിയുണ്ട്. ഈ മന്ത്രം മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഒരു പച്ചക്കർപ്പൂരം കത്തിച്ച് വാഗൊണ്ട് 3 തവണ ജപിക്കുക, രാവിലെയും വൈകിട്ടും. പിന്നെ മനസ്സിൽ ആവർത്തിക്കുക, സാമ്പത്തികം വരും. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു ഡപ്പിക്കകത്ത് മഞ്ഞൾ നിറച്ച് ഡപ്പി അടച്ചിട്ട് കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് അത് എവിടെ താഴെ വെക്കുക, മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിലോ അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിലോ എവിടെ എന്താണെന്ന് വെച്ചാൽ വെക്കുക. അങ്ങനെ രാവിലെയും വൈകിട്ട് ചെയ്താലും സാമ്പത്തികം ഉണ്ടായ അനുഭവങ്ങളുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തില് കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ട്, അതുപോലെ ഭദ്രകാളി അമ്മയ്ക്ക് നെയ്യ്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംപായസം, ചെമ്പരത്തിമാല, ഇത് ചെയ്തവർക്കും സാമ്പത്തികം ഉണ്ടായ അനുഭവങ്ങളുണ്ട്. പിന്നെ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെള്ളം തളിക്കുക, വീട്ടിലോ ബിസിനസ് സ്ഥാപനത്തിലോ ഒക്കെ രാവിലെ വൈകിട്ടും. അങ്ങനെയുള്ളവർക്കും സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടായതായിട്ട് അനുഭവമുണ്ട്. പിന്നെ മലയാള മാസം ആദ്യ ബുധനാഴ്ച കൃഷ്ണൻ അവല് സമർപ്പിച്ചവർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായതായ നിരവധി അനുഭവങ്ങളുണ്ട്. പിന്നെ രാവിലെ കുളി ചീറനോടെ വസ്ത്രം എടുത്തുകൊണ്ട് കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരത സർവജനമേ വശമാനേ സ്വാഹ. ഈ ലക്ഷ്മി വിനായക മന്ത്രം വാഗോണ്ട് ഒരു തവണ ജപിച്ചിട്ട് മനസ്സിൽ സമ്പത്ത് ഗണപതിയോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക, വലതുകാല് വെച്ചിറങ്ങുക. സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യണം. അപ്പം കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം, ഇറങ്ങും വലതുകാല് വെച്ചിറങ്ങണം. അവിടുത്തെ നെഗറ്റീവ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്തവർക്കും നിത്യേന ചെയ്തവർക്കും സാമ്പത്തികം ഉണ്ടായ അനുഭവമുണ്ട്. ഇനി അതല്ല, നമ്മൾ രാവിലെ കുളി ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടതുകൈ ഇടനെഞ്ചി തൊട്ട് വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണനെ മനസ്സിൽ സങ്കല്പിച്ച് ഉണ്ണിക്കണ്ണന്റെ വായിൽ നിന്നും വെണ്ണ പ്രാർത്ഥിക്കുന്ന ആളുടെ കയ്യിലേക്ക് ഇറ്റ് വീഴുന്നതായിട്ട് സങ്കല്പിച്ച് കൈ ഇങ്ങനെ വെച്ച് ഓം കൃഷ്ണായ നമ എന്ന് സന്തോഷത്തോടെ ജപിച്ച് സാമ്പത്തികം ആവശ്യപ്പെടുക. വാഗൊണ്ട് മന്ത്രം ജപിക്കണം, മനസ്സിൽ സാമ്പത്തികം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുക. ഓം കൃഷ്ണായ നമ എന്ന്, അതായത് ഭഗവാന്റെ വായിൽ നിന്നും വെണ്ണ കയ്യിലേക്ക് ഇറ്റ് വീഴുന്നതായിട്ട് സങ്കല്പിക്കണം. കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഓം കൃഷ്ണായ നമ എന്ന് വാഗൊണ്ട് ജപിക്കുക. സന്തോഷത്തോടെ ജപിക്കണം. ഈ സന്തോഷത്തോടെ ജപിക്കുമ്പോഴാണ് നമ്മുടെ മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയിലെ ആ ദൈവികമായ ഒരു എനർജി ആക്ടിവേറ്റ് ആവും. സന്തോഷത്തോടെ ജപിക്കുക ഓം കൃഷ്ണായ നമ. എന്നിട്ട് ആ ഭഗവാന്റെ വായിൽ നിന്ന് വെണ്ണ നമ്മുടെ കയ്യിൽ ഇറ്റ് വീഴുന്നതായിട്ട് സങ്കല്പിച്ച് ഭഗവാനോട് മനസ്സുകൊണ്ട് ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ, ഭഗവാനെ എല്ലാം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു, എല്ലാത്തിനും നന്ദി എന്ന് പറയുക. ഇങ്ങനെ ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യണം. വെള്ളം ഒന്നും തല താഴരുത്. സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്ത് തല തോർത്താൽ വലുതാല് വെച്ച് ഇറങ്ങുക. കുളിമുറിയിലോട്ട് കയറുമ്പോൾ അടുത്താല് വെച്ച് കയറണം. ഇത് ചെയ്തവർക്കും സാമ്പത്തികമായി ഒരുപാട് അനുഭവങ്ങൾ അനുഭവമുണ്ട്. ഇതൊക്കെ അനുഭവങ്ങൾ ഉണ്ടായ കാര്യമാണ്. പിന്നെ നമ്മുടെ പ്രധാന വാതിലുണ്ടല്ലോ വീടിന്റെ, നമ്മൾ പ്രധാനമായിട്ട് അകത്തേക്ക് കയറുന്നതും വെളിയിലോട്ട് ഇറങ്ങും. ആ വാതിലിന്റെ മുന്നിലായിട്ട്, അതായത് വീടിനകത്തല്ല വെളിയിൽ, നമ്മളൊരു തട്ടത്തിൽ കർപ്പൂരം വെച്ച് പച്ചക്കർപ്പൂരം വെച്ച് കത്തിച്ച് ആ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് കാണിക്കുക. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് സന്തോഷത്തോടെ ജപിക്കുക. നിത്യേന രാവിലെ ജപിക്കുക. ഒരു 6 മണിക്ക് മുമ്പ് ചെയ്യണം. കഥ തുറന്നിട്ടിട്ട് ആ വീട്ടിൽ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകും. അത്ഭുതകരമായ കാര്യം, സത്യമായ കാര്യം, രഹസ്യവിദ്യ നിത്യേന ചെയ്തുകൊള്ളുക. വാഗൊണ്ട മന്ത്രം ജപിക്കേണ്ട, ഒന്നും പ്രാർത്ഥിക്കേണ്ട, വാഗൊണ്ട് ജപിച്ചാൽ മതി ഞാനീ പറഞ്ഞ രീതിയിൽ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിക്ക് മുമ്പ് എപ്പം വേണേലും ചെയ്യാം. നിങ്ങൾ വീടിന്റെ സിറ്റ് ഔട്ടിലോ എവിടാന്ന് വെച്ചാൽ ഇരുന്ന് കൈയും കാലും മുഖം കഴിയിട്ടു നിങ്ങൾ ആ പ്രകൃതിയെ വെളിയിലോട്ടൊന്ന് നോക്കി ഈശ്വര പ്രപഞ്ചമേ, പ്രപഞ്ചത്തെയാ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഈശ്വര എന്ന് വിളിച്ചിട്ട് പ്രപഞ്ചമേ എന്ന് വിളിക്കണം. പ്രപഞ്ചത്തെ ദേവിയായിട്ടോ നമ്മൾ കാണുന്നത്. അപ്പൊ ഈശ്വര പ്രപഞ്ചമേ, നമ്മൾ ഒരു ദേവതയുടെ പേര് പറയണ്ട. ഈശ്വര പ്രപഞ്ചേശ്വര അല്ലെ പ്രപഞ്ചമേ, പ്രപഞ്ചമാകുന്ന ഈശ്വര അല്ലെ പ്രപഞ്ചമേ എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ പറയണം. സന്തോഷത്തോടെ പറയുമ്പോൾ നമ്മുടെ മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയിൽ ഒരു പോസിറ്റീവായ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. അത് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട, അങ്ങനെ ഉണ്ടാകുന്നതൊന്നും നോക്കണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിക്കോളും. അതാണ് ഈ സന്തോഷത്തോടെ പറയുമ്പോൾ ഒരു ഗുണം. അപ്പം ഈശ്വര പ്രപഞ്ചമേ എനിക്ക് നൽകിയ എല്ലാ കൈയിങ്ങനെ വെക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് നൽകിയ എല്ലാ സൗഭാഗ്യത്തിനും നന്ദി മനസ്സിൽ പറഞ്ഞാൽ മതി. അപ്പൊ സന്തോഷത്തോടെ മനസ്സിൽ പറയണം. എനിക്ക് സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, ദിവസവും എല്ലാത്തിനും നന്ദി, എല്ലാം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു.
പ്രപഞ്ചമേ അവിടുത്തെ സമർപ്പിക്കുന്നല്ല എന്ന് സമർപ്പിക്കുക. പിന്നെ അതിനകത്ത് സമർപ്പിച്ചാൽ മതി, വേറെ ഒന്നും പിന്നെ പറയണ്ട. നിത്യേന രാവിലെ 6 മണിക്ക് മുമ്പായിട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ സാഹചര്യം മാറും. അത്ഭുതകരമായ സാമ്പത്തികം ഉണ്ടാവും. നിത്യേന ചെയ്യുക, ആർക്കും ചെയ്യുക. ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഇതെല്ലാം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നല്ല കാര്യങ്ങളാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എല്ലാവർക്കും ഗുണമുണ്ടായ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്തവർക്ക് അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.